2024 നവംബറിൽ, അതായത് 6 മാസം മുമ്പാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അവിടെ നേരത്തെ സർക്കാർ തീരുമാനിച്ച പ്രകാരം ഒരു ഇന്റേണൽ കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ. ആ ഇന്റേണൽ കമ്മിറ്റിയിൽ വനിതകൾ ഉണ്ടായിരുന്നല്ലോ. ആ ഇന്റേണൽ കമ്മിറ്റിയിലേക്ക് ഈ പരാതി പോയിട്ടുണ്ടല്ലോ. ആ പരാതി പോയിട്ടുണ്ട് എങ്കിൽ എന്താണ് ഇന്റേണൽ കമ്മിറ്റി ചട്ടപ്രകാരം ചെയ്യേണ്ടത്? അവർ ആ പരാതി സ്വീകരിക്കണം, അതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കണം, എന്നിട്ട് അതിൻ്റെ ഒരു നടപടി ശുപാർശ ചെയ്യണം. ആ നടപടി ആർക്ക് ശുപാർശ ചെയ്യണം? ഫിലിം ചേംബറിൻ്റെ മോണിറ്ററിംഗ് സെല്ലിന് ശുപാർശ ചെയ്യണം. എന്നാൽ ഈ പ്രോസസ്സ് ഒന്നും നടന്നിട്ടില്ലല്ലോ. എന്താ അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ വിൻസി അലോഷ്യസ് പരാതി പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, ഇന്റേൺ കമ്മിറ്റി അത് കേട്ടു എന്നുള്ളതും ശരിയാണ്. പക്ഷേ എന്താ നടന്നത്? അവിടെ പോയിട്ട് സംവിധായകൻ വിൻസിയോട് മാപ്പ് പറഞ്ഞു, എന്നിട്ട് ഇതൊന്ന് ഒത്തുതീർപ്പാക്കണമെന്ന് പറഞ്ഞു. അതുകൂടാതെ അദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഷൈൻ ടോം ചാക്കോയോട് പറഞ്ഞു, ഇനി സെറ്റിൽ മാന്യമായി പെരുമാറണം എന്ന് പറഞ്ഞു. ആ സംവിധായകൻ്റെ ഒരു ഗതികേടായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഒരു സിനിമ എന്നൊക്കെ പറയുന്നത് കോടിക്കണക്കിന് രൂപ ഇൻവോൾവ് ചെയ്യുന്നൊരു വ്യവസായം കൂടിയാണല്ലോ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങും, അത് വലിയ വിഷയമായി മാറും. അപ്പോൾ അതൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആ സംവിധായകൻ ഒരു ഗതികേടിൽ പോയിട്ട് ഈ പറയുന്ന, അപ്പോഴും അയാൾ ഷൈൻ ടോം ചാക്കോയെ വാൺ ചെയ്യുന്നില്ല കേട്ടോ, പോയിട്ട് ഇനി മുതൽ മാന്യമായിട്ട് സെറ്റിൽ പെരുമാറണം എന്ന് മാത്രമാണ് പറയുന്നത്. അതോടെ ആ എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ്. ആദ്യത്തെ മെല്ലപ്പോക്ക് അവിടെയാണ് സംഭവിക്കുന്നത്. ഈ ഇന്റേൺ കമ്മിറ്റി എന്താണ് അവിടെ ചെയ്തത്? ഇന്റേൺ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം എന്താണ്? അവരത് നിർവഹിക്കണമല്ലോ, അവരത് കൃത്യമായിട്ട് ഉന്നയിക്കേണ്ട സ്ഥലത്ത് ഉന്നയിക്കുകയും ആ നടനെതിരായിട്ട് നടപടിയെടുക്കുകയും ചെയ്യണമായിരുന്നല്ലോ. ആ നടപടി ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ മെല്ലപ്പോക്ക് എന്ന് പറയുന്നത്.